மலைகளே இது என்ன நினைவா உருகியதே எனதுள்ளம் பெருகியதே விழி வெள்ளம் விண்ணோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் நீதான் வா. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ പുൽമേട്ടിലോ പൂങ്കാറ്റിലോ വന്നു പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. എന്നുള്ളിൽ എന്നും നീ മാത്രം, എന്റെ നാദത്തിൽ നിന്റെ സങ്കീർത്തനം. നിൻ സ്നേഹം എന്നിൽ പെയ്യുമ്പോൾ നിന്റെ പാദത്തിൽ എന്റെ ജീവാർപ്പണം. എൻ വഴികളിലെന്നുമേ നിൻ മുഖമൊരു സാന്ത്വനം. Hallelujah.
കാത്തുന്ന റൗണ്ടിലാണ് നമ്മളിപ്പം. സോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ജഡ്ജസ് വെൽക്കം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അതിഥി ഉർവശി ചേച്ചി, വെൽക്കം. ഓഡിഷനിൽ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഒത്തിരി കുട്ടികളെ നമ്മൾ കണ്ടു. പക്ഷെ ഇന്ന് അവിടുന്ന് സെലക്ട് ചെയ്ത ഒരു കൂട്ടം കുട്ടികളായിട്ടാണ് നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങുന്നത്. സോ ഈ സ്റ്റേജിൽ, അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ 3 റൗണ്ട്സ് ആണുള്ളത്. ദേവരാജൻ മാസ്റ്റർ ഹിറ്റ്സ്, പെർഫോമൻസ് റൗണ്ട്, ഫേവറേറ്റ് റൗണ്ട്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ പവർഡ് ബൈ ചുങ്ക ജ്വല്ലറി ആൻഡ് ലയൺ കാശ്മീർ ഹണിയിൽ ഇനി വരാൻ പോകുന്നത് പ്രേക്ഷകർ ഒരുപാട് ഞെട്ടിച്ചിട്ടുള്ള ഒരാളാണ്. 2 സംഭവം വന്നിട്ടുണ്ട്. വേറെ പുതിയ സ്റ്റൈലുകൾ കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ റെഡിയാണോ പെർഫോം ചെയ്യാൻ? ഏത് പാട്ടാ? പൊന്നും നിങ്ങൾ പൊട്ടുമാനെ. എൻ്റെ ഫേവറേറ്റ് റൗണ്ടില് ഞാൻ എൻ്റെ ഫേവറേറ്റ് പാട്ട് പാടാൻ പോവാണ്. എന്നിട്ട് ആ പാട്ടിൻ്റെ പേര് പൊന്നും തിങ്കൾ പൊട്ടുമാനെ. എൻ്റെ അച്ഛനും അമ്മയും ഞാനും സെലക്ട് ചെയ്ത പാട്ടാണ്. എന്നിട്ട് നമുക്ക് ഈ പാട്ട് ഒത്തിരി ഇഷ്ടം. ഗ്രൂമിങ് ടൈമിൽ ഞാൻ ശ്രീഹരിൻ്റെയും വൈഷ്ണവിൻ്റെയും കൂടെ കളിക്കും. എന്നിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ ഈ പാട്ട് പഠിച്ചത്. അപ്പോൾ ഞാൻ നല്ല രസമായിട്ട് പാടും. എന്നിട്ട് എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണേ. ഫേവറേറ്റ് റൗണ്ടിലെ ഫേവറേറ്റ് പാട്ടുമായി നിങ്ങൾ
നല്ല ക്യൂട്ടായിരുന്നില്ലേ പെർഫോമൻസ്? ഒരു നല്ല ക്ലാപ്പ് കൊടുത്തേ. അന്ന് പാടിയ പാട്ട് ഏതായിരുന്നു? അയില പൊരിച്ചതുണ്ട്, ഇല പൊരിച്ചതുണ്ട്, അയില പൊരിച്ചതുണ്ട്, വെണ്ണില ചന്ദനക്കിണ്ണം. രണ്ട് പാട്ട് പാടി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാട്ടോ. എന്റെ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാ കൃഷ്ണതിയെ കുട്ടീനെ. അതുപോലെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കും. എന്നാലും താങ്ക് യു. ശരി, ജഡ്ജസ്. ഹലോ ഹായ്. ഹലോ 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 ഹലോ. എന്റെ അമ്മേ. ഞാൻ പോണു, ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ പോവാ. എവിടേക്ക്? ഞാൻ വീട്ടിൽ പോണു. എന്തിനാ? മോൾ ഇങ്ങനെയൊക്കെ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം. എന്ത് വിഷമം വന്നു. എന്തിനാ? മോളെ ഇങ്ങനൊക്കെ എങ്ങനെ പാടാൻ പറ്റുന്നത്? അതായത് ഓരോ സ്ഥലങ്ങൾ പാടുമ്പോൾ മോള് പാടുമ്പോഴത്തേ ആ കൈ അവിടെ കൊണ്ടുപോകും, ആ സ്വരസ്ഥാനം പിടിക്കാൻ എന്ന് പിടിക്കാൻ വേണ്ടി കൈ അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ അവിടെ എത്തിച്ചു. അവിടെ ആകാശത്തിൽ നിന്നാണ് പിടിക്കണേ. അതെ, ആകാശത്തിന് പാട്ട് പിടിക്കാൻ പറ്റില്ല. പിന്നെ എവിടുന്നാ പിടിക്കുന്നേ? ആ സ്വരസ്ഥാനത്ത് പിടിക്കുകയാണ്. എന്നുള്ള അവിടെ എത്തണ്ടേ? ചെറുതല്ലേ? അമ്മയും പറഞ്ഞു അവിടെ തന്നെ എത്തണം. അതാണ്, അതാ അങ്കിള് നോക്കിക്കൊണ്ടിരുന്നത്. അതാണ് കാരണം അവിടെ എത്തിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്കിളും ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാനും അങ്ങനെ അതുപോലെ ഓരോ ലൈൻ കഴിയുമ്പോഴും ചേച്ചിനോട് എന്തോ പറയണം. ചേച്ചി എനിക്ക് ഡാൻസ് സ്റ്റെപ്സ് കാണിച്ചാൽ ഞാനും ഡാൻസ് ചെയ്യും. ഞാൻ കാണിച്ചു തരണം. അപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. ഒരു ഡാൻസ് സ്റ്റെപ്പ് കാണിച്ചു കൊടുത്താൽ മോൾ അതുപോലെ കാണിച്ചിരുന്നു. ആണല്ലേ? ഞാൻ 10 കാണിച്ചുതരാം. പക്ഷെ കാണിക്കാൻ പറ്റൂല. സർ പ്ലീസ്. പറ്റൂല. ഒരു സ്റ്റെപ്പ്. കാരണം എനിക്ക് അറിഞ്ഞൂടാണ്ടല്ലേ. ഞാൻ എന്തെങ്കിലും ഡാൻസ് ആയിരിക്കട്ടെ ഞാൻ കാണിക്കുന്നത്. എന്നാ സിത്താര ചേച്ചിക്ക് അറിയാം. അല്ലല്ല, ഏറ്റവും നന്നായിട്ട് അങ്കിൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയോ? എനിക്ക് അറിഞ്ഞൂടാ. അതാ ഈ അങ്കിള് അപാരമായിട്ട് ഡാൻസ് ചെയ്യും. വിളിക്ക് എം ജെ ചന്ദ്രൻ അങ്കിൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയോ? എം ജെ സൂര്യൻ അങ്കിൾ എന്ന് പറയുന്നത്. അമ്മ പറഞ്ഞു എം ജെ ചന്ദ്രൻ അങ്കിളുടെ പേര് അതന്നെയാ. ജയചന്ദ്രൻ പറഞ്ഞേ. എം ജയചന്ദ്രൻ. എല്ലാത്തിലും ജയിക്കുന്നവൻ എന്താണ് മനസ്സിലായോ? എന്നിട്ട് ഞാൻ സിത്താരാൻറ്റീനെ ടിവിയിൽ കണ്ടു. ആണോ? ഏനുണ്ടോടി പാട്ട്. ഏനുണ്ടോടി പാട്ടില് കണ്ടുന്ന്. അതിനെ ഇങ്ങനെ നാക്ക് നീട്ടിയേ. അത് എനിക്ക് ഇഷ്ടാ കുറച്ച്. ഈ പാടുന്നതിനിടയില് ഇതെന്നാണ് അത് എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാൻ. ആണോ? അതൊന്നുകൂടെ കാണട്ടത്. അതെങ്ങനെ? പാടി കേൾപ്പിച്ചു കൊടുത്തേ. ഇപ്പൊ കിളിക്കം വന്നിട്ടുണ്ടോ? ഇല്ല, കുറച്ച് കുറഞ്ഞു. ഒരു ഔൺസ് കുറഞ്ഞു. അത് ഞാനും കണ്ടിട്ടില്ല. അത് കണ്ടിട്ടില്ല. നമ്മള് സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ. നമുക്ക് ജഡ്ജ്മെന്റിലോട്ട് പോവാം. മോള് നന്നായിട്ട് പാടി, എനിക്കൊന്നും പറയാനില്ല. ശ്രുതി ശുദ്ധമായിരുന്നു. ഈ പ്രായത്തിൽ ഇത് പാടാൻ പറ്റുന്നത് ഭഗവാന്റെയും മോളുടെയും മോളുടെ കുടുംബത്തിന്റെയും എല്ലാം അനുഗ്രഹവും ഐശ്വര്യമാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അങ്കിള് എന്താ ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. എന്തെങ്കിലും പറഞ്ഞാ വേണമെങ്കിൽ നിങ്ങളാണെങ്കിൽ പാടിത്തരാം. മുത്തേ 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 ദിയ കുട്ടി മുത്തേ രാരി രാരി മുത്തേ ദിയ കുട്ടി മുത്തേ 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 മുത്തേ ദിയ കുട്ടി മുത്തേ.
ദിയക്കുട്ടി മുത്താണ്, മുത്തിനും മുത്താണ്, മുത്തിനും മുത്തിനും മുത്താണ്, മുത്തിനും 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 മുത്താണ്. എല്ലാ മുത്തും ദിയക്കുട്ടിയാണ്. താങ്ക് യു. പക്ഷെ വേറൊരു കാര്യം, ഇതെല്ലാം ശരിയാണെങ്കിലും മോള് ചിരിക്കുമ്പോൾ കംപ്ലീറ്റ് പുഴുപ്പല്ലാണല്ലോ. കുഴപ്പമില്ലോ. ആ അത് ഞാൻ ചോക്ലേറ്റ് കഴിക്കുന്നയാ. എനിക്ക് ചോക്ലേറ്റ് വളരെ ഇഷ്ടാ. അതുകൊണ്ടാ. അതൊക്കെ നിർത്തിക്കൂടെ? അതെനിക്ക് കുറെ ഇഷ്ടം, അതുകൊണ്ടാ. അതെ, അത് ഇഷ്ടം, അതൊക്കെ നിർത്തിക്കൂടെ? അതിപ്പോ ഞാൻ കുറച്ച് സമയത്ത് കഴിക്കുന്നുണ്ട്, പക്ഷെ ഫുൾ ടൈം ഞാൻ കഴിക്കുന്നില്ല. ഇല്ല, ഇപ്പൊ അപ്പൊ തൽക്കാലം ഒന്ന് കുറച്ചിരിക്കുന്നു അല്ലേ? ആ. അപ്പൊ എന്തായാലും ഇഷ്ടം സിത്തു ചേച്ചിയല്ലേ? എന്ത്? സിത്തു ചേച്ചിയുടെ കമന്റ് കേൾക്കണ്ടേ? സിത്താരാണ്ടിക്ക് ഒരു സാധനം പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകട്ടെ. പെട്ടെന്ന് പറഞ്ഞിട്ട് പൊക്കോളൂ. ചക്കര മുത്താണ് കേട്ടാ. മിടുക്കി കുട്ടിയാണ്. താങ്ക് യു. അങ്കിൾ പറഞ്ഞ മാതിരി മോൾ ഇങ്ങനെ പാടണത്, ഈ പ്രായത്തിൽ ഇങ്ങനെ പാടണമെന്നുള്ളത് ഈശ്വരാനുഗ്രഹമാണ്. അച്ഛൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഭാഗ്യമാണ് ഇങ്ങനെ ഒരു ചക്കര കുട്ടി വീട്ടിലുള്ളത്. താങ്ക് യു. ചുമാരെ കണ്ടോണ്ടിരിക്കാൻ എന്ത് രസമാണ്, എന്ത് സുന്ദരിയാ. ആൻറ്റിയുടെ വാവയ്ക്ക്, ആൻറ്റിയുടെ മോളില്ലേ വീട്ടിലുള്ള മോൾക്ക് ഏറ്റവും അസൂയ ദിയക്കുട്ടിയോടാണ്. ആൻറ്റിക്ക് ദിയക്കുട്ടിയോട് ഭയങ്കര ഇഷ്ടമുണ്ടോ സംശയമുണ്ട് ആൻറ്റിയുടെ മോക്ക്. എന്നെയോ? താങ്ക് യു. ഒരു ദിവസം വീട്ടിലേക്ക് വരുമോ? ആ, വീട്ടിലേക്ക് വരാം. റൂട്ട് കാണിച്ചാൽ ഞാൻ ആ സ്ഥലത്തിൽ വന്നിട്ട് വീട്ടിലേക്ക് റൂട്ട് കാണിച്ചാൽ റൂട്ടൊന്നും കാണിക്കണ്ട, ആൻറ്റിയുടെ കൂടെ വന്നാൽ മതി കേട്ടോ. ആൻറ്റി കൊണ്ടുപോവാം. ഇങ്ങനെ കുറച്ച് പേരിങ്ങനെ കാറെടുത്തിട്ട് വരോ? കാറെടുത്തിട്ട് വരാം കേട്ടോ. എന്നിട്ട് മോളെയും കൂട്ടി കൊണ്ടുപോകാൻ 2-3 പേരെ നോക്കി വെച്ചിട്ടുണ്ട് സിത്താരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. ഓക്കെ, ചക്കരയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അസലായിട്ട് പാടി ഇതേമാതിരി അമ്മ പറയണ മാതിരി അനുസരിച്ച് നല്ല കുട്ടിയായിട്ട് പാട്ട് പഠിച്ച് ഇങ്ങനെ പോകണം. ഇത് നല്ല കുപ്പായാണേ. ഇനി ഒരു പക്ഷേ ഞാൻ ചോദിക്കാം. ഒരു പൊന്നാരി എന്റെ ജുങ്കു, നിന്നെ ഞാൻ കട്ടോണ്ട് പൊക്കോട്ടെ? വേണ്ട വേണ്ട വേണ്ട. അയ്യടാ തങ്കവേ, നല്ല പാട്ടാ. എനിക്ക് ആൻറ്റി സത്യം പറയട്ടെ, ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാ ഇത്. താങ്ക് യു. ഞാൻ എത്ര പ്രാവശ്യം കേട്ടാലും മടുക്കാത്ത പാട്ടാ ഇത്, വെണിച്ചേൻ്റെ പാട്ട്. അത് വെണിച്ചേൻ്റെ വോയിസിൽ പാടിയത്. ചിത്ര ചേച്ചിയോട് ഞാൻ പറയാം, അതിനകത്ത് ഒരു അമ്മയുടെ ഒരു കൂടുതൽ എക്സ്പ്രഷൻ അതിനകത്ത് ഉണ്ടെന്ന് പറയും. സുന്ദരം പാട്ടായിരുന്നു. പക്ഷെ മക്കളെ, വലിയ പാട്ടുകാരി ആവണമെങ്കിൽ ചോക്ലേറ്റ് ഇച്ചിരിച്ച് കുറയ്ക്കണേ. ആ, നമ്മുടെ നാടൻ പലഹാരങ്ങളൊക്കെ കുറെ കഴിക്കാം. ഈ ചോക്ലേറ്റ്, ഐസ്ക്രീം ഇതൊക്കെ കുറച്ചില്ലെങ്കിലേ പിന്നെ പാടുമ്പോൾ താണ്ട് ഇപ്പൊ അങ്കിള് പറഞ്ഞ പോലെ പുഴുപ്പല്ലി പെണ്ണേന്ന് ആരെങ്കിലും കളിയാക്കാൻ പറ്റും. പക്ഷെ മക്കള് സുന്ദരിയാ. കുഞ്ഞിന്റെ ഇപ്പോഴത്തെ പുഴുപ്പല്ലും വലിയ ചന്തവാ. താങ്ക് യു. ഈ പല്ലങ്ങ് മാറി നമുക്ക് നല്ല മുത്തുപോലത്തെ വേറെ പല്ല് വരും കേട്ടോ. അവിടെ എൻ്റെ വീട്ടിലിപ്പം എനിക്കൊരു മോനുണ്ട്, മോടെ പ്രായം വരും. പക്ഷെ എനിക്ക് അവന് ഇത്രയും കുഞ്ഞിനെ പോലെ പാടാൻ അറിഞ്ഞൂടാ. അപ്പം മക്കളൊക്കെ പാടുന്ന കാണുമ്പോൾ അവനൊക്കെ ഭയങ്കര താല്പര്യം വരും, എനിക്കും പഠിച്ച് പാടണം സ്റ്റേജിൽ ഇതുപോലെ എന്നുള്ളത്. എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ദേവി തരട്ടെ. നന്നായിരിക്കട്ടെ, ദീർഘായുസോടെ ഇരിക്കുക. ഒരു കുഞ്ഞ് ആഗ്രഹിച്ച് ഡാൻസ് വെച്ച് ശ്രീകുമാർ അങ്കിൾ 1-ാം തരം ഡാൻസറാണ്. ഡാൻസിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളാണ് ശ്രീകുമാർ അങ്കിള്. വിളിക്കും മക്കളെ, വിളിക്കും. സ്നേഹമായിട്ടൊക്കെ വിളിക്കും. ഡാൻസറാണോ? ഡാൻസറാണ്, ആക്ടറാണ്. ഞാൻ കേട്ടു എല്ലാരും ഇവിടെ പാട്ട് അറിയാം. അത് തന്നെ മോളെ, അതെ പാട്ട് മാത്രം. ഫസ്റ്റ് കേട്ടത് ചേച്ചി ഡാൻസ് തന്നെയാ. ഇടയ്ക്കൊന്ന് ചാടാൻ ചവിട്ടും കൂടെ ചെയ്തോ, അപ്പൊ കറക്റ്റ് ആവും. ഞാനൊരു റിതം ഇട്ട് തരാം. ഞങ്ങൾക്കൊന്നും ഡാൻസ് ചെയ്യാൻ അറിഞ്ഞു. ഓക്കെ, 1 2 3 4. അപ്പൊ എന്നെക്കാൾ നന്നായി ഡാൻസ് കളിക്കാൻ അറിയാലേ? അടിപൊളി. അപ്പൊ ഗ്രേഡിലേക്ക് കടക്കാം. ഗ്രേഡ് വേണോ? എന്താ ഗ്രേഡ് വേണോ? ഗ്രേഡ്? എനിക്കറിയില്ല എന്താ ഗ്രേഡ് വേണോന്ന് ചോദിക്കും. അയ്യോ മോളെ, മാർക്കുണ്ട്. മാർക്ക് ഞങ്ങൾ ലോക്കറിലിട്ട് പൂട്ടി വെക്കും. എന്നിട്ടൊരു ഗ്രേഡ് തരും. എന്നിട്ട് ഇതിന്റെ എല്ലാ അവസാനം ഈ ഒരു സെഷൻ തീരുമ്പോഴത്തേക്ക് മാർക്ക് അങ്ങനെ പറയും. അങ്ങനെ ആരാണ്, വലിയ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര സർപ്രൈസാണ്. എന്തായാലും തൽക്കാലം ഒരു ഗ്രേഡ്.
A+, A, B+, B. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. എങ്കിൽ പറഞ്ഞോ. നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ. എന്ത്? ഈ എനിക്ക് കേൾക്കുന്നില്ല. രഹസ്യം പറയുന്നത് കേൾപ്പിച്ചോണ്ടാണോ? മാനം കളയല്ലേ. ഇങ്ങോട്ട് എന്റെ മുഖത്തോട്ട് നോക്ക്. എന്റെ ഫേവറേറ്റ് ഫുഡാണ് പാസ്ത. നൂഡിൽസ്, ചപ്പാത്തി. അതല്ല ഗ്രേഡ്. പാസ്ത കഴിച്ചാൽ പിന്നെ പുഴുപ്പല്ലേ കാണും. പാസ്ത ഞാൻ സ്ഥിരം കഴിക്കുന്നയാ. അപ്പൊ കുറച്ച് സ്ഥിരം മാത്രമേ ഉള്ളൂ. അപ്പോ ദിയക്കുട്ടിക്ക് പാസ്തയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ നൂഡിൽസോ മതി, ഗ്രേഡ് വേണ്ട. വേണം വേണം. എനിക്ക് പാസ്ത. അയ്യോടാ അയ്യോടാ. എന്ത് നോക്ക്, മാർക്ക് വേണ്ടേ? മാർക്കും വേണം, പക്ഷേ രണ്ട് തരാൻ അടുത്ത റൗണ്ടിൽ പാടണോ? ആ ഈ രണ്ടും ഒന്നുമില്ല. ഇപ്പൊ മാർക്ക് വേണോ? അടുത്ത റൗണ്ടിൽ പാടണോ? അടുത്ത റൗണ്ടിൽ പാടണം. പാടണമെങ്കിൽ മാർക്ക് വേണം, അല്ലെ ഗ്രേഡ് വേണം. അപ്പൊ ഗ്രേഡ് വേണ്ടേ? ഗ്രേഡ് ഉണ്ടെങ്കിൽ അടുത്ത റൗണ്ടിൽ പോകാൻ പറ്റൂ. അപ്പൊ ഗ്രേഡ് വേണ്ടേ? രണ്ടാണെങ്കിൽ ഇല്ല, ഒന്നേ പറ്റൂ. ഗ്രേഡ് ഉണ്ടെങ്കിൽ അടുത്തതിൽ പോകാൻ പറ്റൂ. ഗ്രേഡ് വേണ്ടേ? എനിക്ക് അടുത്തയിൽ പോകണം. അടുത്തതിൽ പോകണേ ഗ്രേഡ് വേണം. ആ അപ്പൊ ഗ്രേഡ് പറയട്ടെ. ഫസ്റ്റ് എനിക്ക് ഇവിടെ അടി വാങ്ങിക്കൂ. ഇനി ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ട് ചൂരിലെടുത്തു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. ചുമ്മാ പറഞ്ഞ മോളെ മോക്ക് അറിഞ്ഞൂടെങ്കിലും ഈ അങ്കിൾ പറയുന്നു. പറയൂ. എ ഗ്രേഡ് ആണെന്ന്. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ഗോട്ട് എ ഗ്രേഡ്. താങ്ക് യു. ചന്ദ്രൻ അങ്കിൾ, എന്ത്? എനിക്ക് പറയുന്ന മനസ്സിലാവുന്നില്ല. നമുക്കൊരു എപ്പിസോഡ് വേണേ ഇവിടെ മതി. നാളെ വെളുപ്പാങ്കാലം വരെ ഇത് സംസാരിച്ചു. മോക്ക് വീട്ടിൽ പോണ്ടേ? എന്ത്? മോളെ 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 ആന്റി പറയുന്ന കേക്കൂ. ആ ഇപ്പൊ നല്ല കുഞ്ഞായിട്ട് നല്ല വലിയ പാട്ടുകാരി ആവണമെന്നുണ്ടെങ്കിൽ ഈ പാസ്ത, ഈ സാധനങ്ങൾ, ഇങ്ങനെയുള്ള ജങ്ക് ഫുഡ് ഉണ്ടല്ലോ, ബർഗർ, ഇതൊക്കെ ഞായറാഴ്ച ഒരു ദിവസം, എവറി സൺഡേ. ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ നാടൻ ആഹാരങ്ങളൊക്കെ കഴിക്കണം കുഞ്ഞു, കേട്ടോ. നല്ല നല്ല പച്ചക്കറിയൊക്കെ വെച്ച് നല്ല ഞാൻ സംടൈംസ് ആണ് ഈ പാസ്ത ഒക്കെ കഴിക്കുന്നത്. മറ്റേ ചോറും തൈരും എല്ലാം ഞാൻ ഡെയിലി കഴിക്കുന്നത്. പച്ചക്കറി കൂടെ കഴിക്കണം, മെഴുക്കുവരട്ടി, തോരനൊക്കെ കഴിക്കണം. അതൊക്കെ ഞാൻ കൂട്ടാറുണ്ട്. സൂപ്പർ 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 കുട്ടി, സൂപ്പർ കുട്ടി. ജഡ്ജസ്, വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ കൃഷ്ണദിയ കുട്ടിയുടെ പെർഫോമൻസ് 3 മില്യൺ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ബാംഗ്ലൂരിലെ ഒരു ഫ്രണ്ട്സ്, അവരുടെ ഒരു കൂട്ടം ഫ്രണ്ട്സ് കൃഷ്ണദിയക്ക് എനിക്ക് ഒരു ഫാൻ ഉണ്ട് എൻ്റെ സ്കൂളില്. ഒരു ഫാൻ വീട്ടിലും വെണ്ണില ചന്ദനക്കിണ്ണും കുറെ പ്രാവശ്യം പാടാൻ പറയും. ആണോ? മലയാളം സോങ്സ് ഇഷ്ടമാണോ അവിടെ ഉള്ള ആൾക്കാർക്ക്? ആണോ? പക്ഷേ ഇവള് പറയും ഞാൻ പാടി ഒരു ലോങ് സോങ്, എന്നിട്ട് ഞാന് പാടിയത് വേറെ പാട്ട, മയങ്കി പാടിയത് വേറെ പാട്ടാ. അല്ല മക്കളെ, കന്നഡ പാട്ട് ഏതെങ്കിലും അറിയാവോ? ഇല്ല. ഒന്നും അറിഞ്ഞൂടാ? പക്ഷെ എനിക്ക് ഒരു വേർഡ് ഉണ്ട്. പറ. ഇല്ലേ സ്റ്റോപ്പ് മാടി ബയ്യ. ഓ, ഇല്ല സ്റ്റോപ്പ് മാടി ബയ്യ കന്നഡ അല്ലല്ലോ മോളെ. ഇല്ല സ്റ്റോപ്പ് മാടി എന്ന് പറഞ്ഞാൽ പാടുന്ന നിർത്തിക്കോന്ന് പറയുന്നതോ? ആര് പറഞ്ഞു അങ്ങനെ? അമ്മ. അമ്മയാണോ? അമ്മക്ക് ഓട്ടോ ഇല്ലേ ചേർത്ത് പറയും. ഇല്ലേ സ്റ്റോപ്പ് മാടിച്ചാ ഇവിടെ നിർത്തൂ, അങ്ങനെ പറയുന്നത്. ബയ്യ സ്റ്റോപ്പ് മാടി അല്ലേ? ബയ്യ സ്റ്റോപ്പ് മാടി. ഇല്ലേ ഇല്ലി എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ നിന്നാണ്. ഇല്ലേ സ്റ്റോപ്പ് മാടി ഇവിടെ തന്നെ നിർത്തിയേക്കാൻ ഓട്ടോ. എനിക്ക് തമിഴിലും ഒരു വേർഡ് ഉണ്ട്. പറ മക്കളെ. സാപ്പടിയാ? சாப்பிட்டாச்சம்மா. இப்போ நீ கேக்கு சாப்பிட்றியா? நீ சாப்பிடலன்னா இதை தூக்கிட்டு போயிடு. என் வீட்டில் ஒரு பாப்பா இருக்கு, அவனுக்கு கொண்டு போய் கொடுப்பேன். கட் பண்ணலாமா? എന്താ? എനിക്ക് കുറച്ച് മാത്രം അറിയില്ല. ശരിടാ ബാബ, ഇതൊക്കെ കട്ട് ചെയ്യാം. ആര് കട്ട് ചെയ്യും? മോള് കട്ട് ചെയ്യുന്നോ? മോള് എന്താ മോളുടെ പേര്? സൂര്യശ്രീ. സൂര്യശ്രീ കട്ട് ചെയ്യുന്നു. ആര് കട്ട് ചെയ്യും? രണ്ടുപേരും കൂടെ ചേർന്ന് കട്ട് ചെയ്യും. വാ എല്ലാവരും.
ഓൾ ദ ബെസ്റ്റ് ഫ്രണ്ട്സ് സ്കൂളിൽ അവരെല്ലാം ഈ പ്രോഗ്രാം കണ്ടിട്ട് മോടെ വലിയ ഫാൻസ് ആവും കേട്ടോ. നന്നായി വാ മക്കളെ, നന്നായി. അങ്കിളിനല്ലേ കൂടുതൽ ഇഷ്ടം, അപ്പൊ കുറച്ച് വലിയ പീസ് അങ്കിളിനല്ലേ തരണ്ടേ? എല്ലാവർക്കും കുറച്ച് വലിയ വളരെ പെട്ടെന്ന് പിന്നണി ഗായികയാവും കുട്ടി എന്ന് എനിക്ക് തോന്നുന്നു. Cutie the Beauty Soap Top Singer powered by Chunga Jewelry and Lion Cashmere Honeyil ഇനി ഒരു ബ്രേക്ക്. കുട്ടി ഗായകരുടെ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടോണ്ടിരിക്കാന്ന് എനിക്കറിയാം. ഇനി വരാൻ പോകുന്നത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മറ്റൊരാളാണ്. സോ നമ്മുടെ പ്രിയപ്പെട്ട സീതാലക്ഷ്മിനെ വെൽക്കം ചെയ്യാം. വൈറ്റ് ഡ്രസ് ഇട്ടിരിക്കുന്നു, പക്ഷെ ചെറിയില്ല. അപ്പൊ എന്താ ഉദ്ദേശം? മാലാഖയല്ലല്ലോ. അപ്പൊ പെർഫോമൻസിന് വേണ്ടി ഇട്ടതാണോ? അതെ. എന്താണ് പെർഫോമൻസ്? ഗുജറാത്തി കാലത്തിലെ കിട്ടിയ ഫാസ്റ്റ് നമ്പറിൽ ഞാൻ ഇന്ന് പാടാൻ വന്നത് പുലിവാൽ കല്യാണം എന്ന സിനിമയിലെ ഗുജറാത്തി കാലത്തിലെ കിട്ടിയ എന്ന അടിപൊളി പാട്ടാണ്. അപ്പം ഇന്ന് എൻ്റെ പാട്ട് മാത്രമല്ല തകർപ്പൻ ഡാൻസും ഉണ്ട്. എനിക്ക് തോന്നുന്നത് അച്ഛൻ ഈ പാട്ട് ആദ്യം സെലക്ട് ചെയ്യുന്നതിന് പിന്നിൽ വലിയൊരു കാരണമുണ്ട്. ഈ പാട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് സലീം കുമാർ അങ്കിൾ ഈ പാട്ട് വേറെ രീതിയിൽ പാടുന്നത് അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ കൂടെ പാടി നടക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കും അച്ഛൻ ഈ പാട്ട് സെലക്ട് ചെയ്തത്. എൻ്റെ പാട്ടും അടിപൊളി ഡാൻസും കാണാൻ നിങ്ങൾ റെഡി ആയിരുന്നോ? പാട്ടിൽ ഒരുപാട് ഫോക്കസ്ഡ് ആണെന്ന് തോന്നുന്നു. ഇനി ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. അപ്പം തകർക്കും. നല്ല ഭംഗിയുള്ള പെർഫോമൻസ് ആയിരുന്നല്ലോ. താങ്ക് യു. ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡാൻസ് എല്ലാം കളിച്ചു. സീതാമലക്ഷ്മി എന്താ ഡാൻസ് കളിക്കായിരുന്നു? ഞാൻ ഡാൻസ് കളിച്ചല്ലോ. ഫോക്കസ് ഫുൾ പാട്ടിലേക്കായിരിക്കും അല്ലേ? അതെ അതെ. എനിവേ ജഡ്ജസ് ഇഷ്ടപ്പെട്ടോ സീതാലക്ഷ്മിയുടെ പെർഫോമൻസ്? 100%. താങ്ക് യു. ഞാൻ സീതാലക്ഷ്മി വന്ന് നിന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും പാടുമെന്ന്. കാരണം ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സോങ്ങാണ്. അടിപൊളിയാണെങ്കിലും അതിനകത്ത് കുറച്ച് കഴമ്പുണ്ട്, കുറേ കാര്യങ്ങൾ, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ആദ്യം
സീതാലക്ഷ്മിക്ക് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂട്ടുകാരികളായിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് വന്ന് പാടിയവർക്കൊരു വലിയ കൈയടി. അവർ ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അതൊരു വലിയ കാര്യമാണ്. കാരണം വേറൊരു ഗായിക പാടുമ്പം അവരെല്ലാവരും ഒരുമയോടെ വന്ന് നിന്ന് സപ്പോർട്ട് ചെയ്തു. അതിന് അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഡാൻസേഴ്സ് നന്നായിട്ട് ഡാൻസ് ചെയ്തു. ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡാൻസ്. അതിൻ്റെ മുകളിൽ അതൊക്കെ മുകളിൽ ആര് സീതാലക്ഷ്മി വെച്ചാലേക്ക്. താങ്ക് യു. ആദ്യത്തെ സ്റ്റാൻസയിൽ ആ മേളിൽ പോയപ്പോഴത്തേക്ക് ഒരു ചെറിയ പിടുത്തം ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ ശ്വാസം കട്ട് ചെയ്തിട്ട് മേളിലെടുത്ത് ശരിയായി കളഞ്ഞു. അങ്ങനെ കള്ളത്തരമൊക്കെ അറിയാമല്ലേ? നന്നായിരുന്നു. നല്ല രസകരമായിരുന്നു. കാരണം കണ്ണിനും കാതിനും എല്ലാം കുളിർമ നൽകിയ ഒരു അവതരണമായിരുന്നു ഈ പാട്ടും ഡാൻസും കോറസും എല്ലാം, ഓർക്കസ്ട്രയും എല്ലാവർക്കും ഞാനൊരു വലിയ കൈയ്യടി, വലിയ കൈയ്യടി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സീതക്കുട്ടി, എന്തോ ഞാൻ എന്തോ കേൾക്കാൻ വേണ്ടി അത് വിളിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ആ എന്തോയുടെ മ്യൂസിക്കിന് കുറച്ച് നീട്ടം ഉണ്ടായിരുന്നു. എന്തോ അതൊരു ശ്രുതിയിൽ ആ ശ്രുതി ചെന്നേക്കും എന്തോ അല്ലേ സീതക്കുട്ടി? എന്തോ. ഓക്കെ, ഇന്ന് പാടിയത് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം ഞാൻ അങ്കിൾ പറയാം. അതായത് നമുക്കിവിടെ ഒരു വലിയ സെലിബ്രേഷനാണ് നടക്കുന്നത്. ഇതിൽ ഗുജറാത്തി ഉണ്ട്, പഞ്ചാബി ഉണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളമുണ്ട്, ഇംഗ്ലീഷ് ഞാൻ കേട്ടില്ല. അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. ആ ബംഗടയുടെ ഒരു ഭയങ്കര അതിൻ്റെ ഋതവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സിന്ധു ഭൈരവി രാഗമുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സീതക്കുട്ടി ഈ പാടലിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ആദ്യം എസ്തർ പറഞ്ഞത്. കുറച്ചെന്ന് പറഞ്ഞാൽ സീതക്കുട്ടി മാത്രമായിട്ട് അവിടെ നടുക്ക് ഇങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇത്തരത്തിലുള്ളൊരു പാട്ട് എടുത്ത് പാടുമ്പോൾ നമ്മൾ സാധാരണ വേറെ മെലഡീസ് അങ്ങനെയുള്ള നമ്മൾ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുന്ന പാട്ടല്ലാതെ വേറെ ആൾക്കാരുടെ കൂടെ കൂടുമ്പോൾ, ഒരു കൂട്ടത്തിൻ്റെ കൂടെ കൂടുമ്പോൾ ആ കൂട്ടത്തിൽ കൂടാൻ നമ്മൾ പഠിക്കണം. ആ കൂട്ടത്തിൽ നിന്ന് നമുക്ക് കുറേ പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോഴാണ് അത് സെലിബ്രേഷൻ ആവുന്നത്. ഗിവ് ആൻഡ് ടേക്ക് വേണം. അതാണ് ഇവിടെ നമുക്കില്ല. അവരിങ്ങോട്ട് തന്നുകൊണ്ടിരുന്നു, പക്ഷെ മോളെ തിരിച്ചങ്ങോട്ട് ഒന്നും കൊടുക്കുന്നില്ല. ഇത്തിരി ടെൻഷനായി. ടെൻഷൻ. അപ്പോൾ അത് ഒഴിവാക്കുക. ഓക്കെ. സീതക്കുട്ടി, എന്തോ. അടിപൊളി, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ പറഞ്ഞ ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ഇനി അടുത്ത പ്രാവശ്യം ടെൻഷനൊക്കെ മാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് കൂളായിട്ട് എല്ലാവരും കൂടെ ഒന്ന് ജെല്ലായി. കാരണം അത്ര ഭംഗിയായിട്ട് നമ്മൾ പാടണേ. ഭയങ്കര എന്താ പറയുക, പ്രൊഫഷണലായിട്ട് ഭയങ്കര ചെറിയ ചില എക്സ്പ്രഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര പരിചയമുള്ള ആൾക്കാർ പാടണ മാതിരി തോന്നി. നല്ല രസമായിട്ടുണ്ട്. പിന്നെ കോറസ് സാറ് പറഞ്ഞ മാതിരി നല്ല വൃത്തിയായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. അവരുടെ പാട്ട് പഠിക്കുന്ന മാതിരി തന്നെ നല്ലോണം എഫേർട്ട് എടുത്ത് പഠിച്ചില്ലേ അല്ലേ? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ പാട്ടിൽ. അപ്പോൾ ടോട്ടലി നല്ല പെർഫോമൻസ്. ചില സ്ഥലങ്ങളൊക്കെ അതിമനോഹരമായിരുന്നു. ബാക്കി സ്ഥലത്ത് എന്താ പറ്റിയെന്നൊക്കെ സീതക്കുട്ടിക്ക് തന്നെ അറിയാം അല്ലേ? അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം ഇനി ഒന്നും കൂടി ജിൽജിലായിട്ട്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ ഈ ഡ്രസ്സേ. ഇത് ഇട്ടുകൊണ്ട് ഡാൻസ് ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ പിന്നെ ഇത് വലിച്ചെടുത്തോണ്ട് നടക്കും അപ്പോഴൊക്കെ. അപ്പോൾ അതിൻ്റെ ഞാൻ ആലോചിക്കാൻ ഇതൊക്കെ ഇപ്പം നല്ല രസമായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് അധികം വെയിറ്റ് ഇല്ലാതെ അല്ലേ മോക്ക് തന്നിരിക്കുന്നത്. ഞാൻ അപ്പോഴൊക്കെ ഭയങ്കര വെയിറ്റോട് കൂടി ഇവിടെ ഇങ്ങനെ ചില കമ്പിയൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ നല്ല കോസ്റ്റ്യൂമും നല്ല അപ്പിയറൻസും ഡാൻസ് സീക്വൻസ് നല്ല സ്റ്റെപ്സും. മാസ്റ്റർക്ക് ഒരു കയ്യടി കേട്ടോ, ഡാൻസ് മാസ്റ്റർക്ക്. പാട്ട് രസമുണ്ടായിരുന്നു, നല്ല കലക്കി പാടി. പക്ഷെ എനിക്ക് പിന്നെ കുട്ടൻ പറഞ്ഞതുപോലെ അതുമായിട്ട് ചേർന്ന് കുറച്ചൊന്ന് തലയാട്ടുക, ഒന്ന് നല്ലോണം ചിരിക്കുക, അങ്ങനെയുള്ള സംഗതിയും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല ചന്തമുള്ളൊരു മുഖവും ചിരിയും ഉണ്ട് മക്കൾക്ക്. അത് നല്ല രസമായിരിക്കും. വളരെ പോപ്പുലറാണ് എനിക്ക് തോന്നുന്നു. ഈ പിന്നെ മത്സരത്തിൽ എല്ലാ കുട്ടികളും നന്നായിട്ട് പാടുന്നുണ്ട്. എല്ലാവരും ഉയരങ്ങളിലെത്തേണ്ടവരാണ്, എല്ലാവരും പ്രോമിസിംഗ് ആണ്. പക്ഷേ വളരെ പെട്ടെന്ന് പിന്നണി ഗായികയാവും കുട്ടി എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു വെരി മച്ച്. ഓൾ ദ ബെസ്റ്റ്. സീതാലക്ഷ്മി, എന്തോ. അത്രയും നീട്ടി വന്നാൽ ഗ്രേഡൊക്കെ കുറച്ച് മേലോട്ട് കയറും. എന്തോ ശ്രുതി ചേരുന്ന അനുസരിച്ച് ഗ്രേഡ് കിട്ടും. സീ തരാൻ പറ്റില്ല, ബി തരാൻ പറ്റില്ല, എ
തരാൻ പറ്റും താങ്ക് യു. തരാൻ പറ്റുമല്ലോ. ഗമാരനെ സവനെ തരാൻ സങ്കടമായി പോയോ? തരാൻ പറ്റുമല്ലോ, തരാൻ പറ്റുമല്ലോ, തരാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് സീതയ്ക്കേ കിട്ടിയല്ലോ. കൺഗ്രാറ്റുലേഷൻസ്. എ ഗ്രേഡ്. അപ്പം നമ്മൾ അടുത്ത റൗണ്ടിൽ കാണും അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.